ഹായ് ഫ്രണ്ട്സ്, വലിയ ബിൽഡപ്പ് ഒന്നും ഇല്ലാണ്ട് ഒരു ചിക്കൻ കറി വെക്കാൻ പോവുകയാണേ. ഞായറാഴ്ച സ്പെഷ്യലാണേ. ഒരു വലിയ ഉള്ളി മുറിച്ച് വെച്ചിട്ട് അത് വഴറ്റിയെടുക്കുകയാണ്. ഇതിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, അല്ലാണ്ട് തന്നെ ഇത് നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഒരു 4 പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഒന്ന് ക്രഷ് ചെയ്യാനേ ഉദ്ദേശിച്ചിട്ടു, പക്ഷേ മിക്സി കുറച്ച് കൂടുതൽ സമയം ഓണായിപ്പോയി. അതുകൊണ്ട് നല്ല പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഉള്ളി ഇപ്പം അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ എടുത്തിട്ടില്ല. തക്കാളി ഇട്ട് കൊടുക്കുകയാണേ. 2 തക്കാളി അരിഞ്ഞെടുത്തതാണ്. തക്കാളി രണ്ടും ആക്കാം. ഇത് നമുക്കിപ്പോൾ തക്കാളി ഒന്നും ഇട്ടാൽ ഇഷ്ടമാണ്, അപ്പോൾ അങ്ങനെ 2 തക്കാളി അരിഞ്ഞിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളി നന്നായിട്ട് വഴണ്ടി വന്നു. അതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് പേസ്റ്റായി പോയ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഉള്ളത് ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി പൗഡറല്ല, സാധാ മുളക് പൊടിയാണ്. മസാലയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെയായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് ആ മസാലയായിട്ട് നല്ലോണം ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതുവരെ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി കുറച്ച് സമയം അടച്ചു വെക്കാം. ഈ ചിക്കൻ തന്നെ ഒരു വെള്ളം ഇറങ്ങി വരുമല്ലോ. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ തന്നെ ഇപ്പം ചിക്കൻ വേവുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. വേവാനായിട്ടില്ല, അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ച് വെക്കാം. ചിക്കൻ കറി റെഡി ആയിട്ടാണ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കാം.